ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ ഞാൻ ദേ കുളിച്ചിട്ട് വന്നാണ് ഈ മുടിയൊക്കെ കെട്ടി വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്റെ മൂക്കടപ്പ് മാറാഞ്ഞപ്പോഴത്തെ വീഡിയോ ആണ്. കുറെ ദിവസമായി കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ഇടാൻ താമസിക്കുന്നത്. ഇന്നപ്പോൾ നമുക്ക് രാവിലെ ദോശയും കിഴങ്ങറിയാണ് കേട്ടോ. ഞാൻ ഈ മൂക്കിന്റെ പ്രശ്നം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്ക് കുറെ ദിവസം ഒന്നും വയ്യായിരുന്നു. എന്റെ മൂഡ് പോലും ശരിയല്ല. ഞാൻ തന്നെ ഇതിങ്ങനെയാണ് കിഴങ്ങറി വെക്കുന്നത് കേട്ടോ. ചപ്പാത്തിക്ക് ഇങ്ങനെ തന്നെയാണ്. ചപ്പാത്തിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് ലൂസായിട്ട് വെക്കും. ദോശയാകുമ്പോൾ അത് കുറച്ചും കൂടി ഇനി ഒന്ന് വെന്ത് സെറ്റായി വരണം കേട്ടോ. അങ്ങനെ നമുക്കുള്ള ദോശയെല്ലാം ഉണ്ടാക്കി ഞാൻ വെളിയിൽ വന്നപ്പോൾ ശ്രുതിക എണ്ണീറ്റ് കേട്ടോ. കാർത്തിക് പിന്നെ എണ്ണീറ്റ് കഴിയുമ്പം അച്ഛൻ്റെ കൂടാണ് തെങ്ങിൻ്റെയും വാഴയുടെയും അടയ്ക്കാമരത്തിൻ്റെ ഒക്കെ സംശയം ചോദിച്ചിരിക്കും. ശ്രുതികയ്ക്ക് ഓരോ ദിവസം ഓരോ മൂഡാണ്. ചില ദിവസം എണ്ണീറ്റ് വരുമ്പം പിന്നെ ഒരു മണിക്കൂറത്തേക്ക് എൻ്റെ അടുത്ത് ഇരിക്കത്തില്ല. ഇന്ന് എന്തായാലും നല്ല മൂഡിലായതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. ഇപ്പം നല്ല ഒരു ക്ലൈമറ്റ് ആണ്, പക്ഷെ നല്ല പൊരിഞ്ഞ വെയിലുമാണ്. രാവിലെ ഇതാ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ വീടിന്റെ മുന്നിൽ. ഇവിടെയൊക്കെ കുറെ ചെടികൾ ഉണ്ടായിരുന്നു ഗൈസ്. വീട് മൊത്തം ചെടികളായിരുന്നു. എൻ്റെ ചെടികൾ കാണാൻ തന്നെ എന്നും കുറെ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പിന്നെ ഇന്ന് നമുക്ക് രാവിലെ നല്ല പണിയാണ്. റൂം എല്ലാം വൃത്തിയാക്കണം, ബെഡ്ഷീറ്റ് എല്ലാം ഇടണം. ഇന്ന് കുറേ ജോലിയുണ്ട്. എന്നുള്ള ജോലിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നത് കാണിക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികളുള്ള വീട്ടിലെല്ലാം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളും ചേട്ടനും എല്ലാവരും കിടന്ന ബെഡ്ഷീറ്റൊക്കെ ഇനി മടക്കാൻ കിടക്കുവാണ്. അപ്പോഴത്തേക്കും പിന്നെ ഫസ്റ്റ് കൃതികേനെ അങ്ങ് കുളിപ്പിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് കൃതികേനെ കുളിപ്പിച്ച്. ചില ദിവസം പൗഡറും ക്രീമും ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. ഞാൻ അന്നേരം പറഞ്ഞു വീഡിയോയിലോട്ട് ക്യാമറയിൽ നോക്കുക, ഒരു ഹായ് ഒക്കെ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ചിലപ്പം ഒരു ഹായ് ഒക്കെ തരും, ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ദാണ്ട് ഞാൻ നോക്കിയപ്പം ഡൈനിങ് ടേബിളിൽ കുറേ സാധനങ്ങളുണ്ട്. രാവിലെ എനിക്ക് സത്യത്തിൽ ഒന്നും സമയം കിട്ടിയില്ല. മൂക്കിന്റെ പ്രശ്നം കാരണം ഞാൻ രാവിലെ എണീറ്റ് കുറേ നേരം ചുമ്മാതെ കുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കിളി പോയിരിക്കുകയാണ്. എവിടുന്ന് തുടങ്ങും? ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ, മൊത്തം എവിടെ നോക്കിയാലും ജോലിയായിരിക്കും. ഇത് ഞാൻ നല്ലപോലെ തലയൊക്കെ ചീകി റെഡിയാക്കിയാണ്, പക്ഷെ ആളത് മൊത്തം ഉഴപ്പി കുളമാക്കി കളഞ്ഞു. പിന്നെ ഞാനൊരു ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ട്, ഞാൻ ഇങ്ങനെ ചന്ദനം തൊടുമ്പോൾ ചുമ്മാതെ രണ്ടിടത്ത് കയ്യിലൊക്കെ തൊട്ട് കൊടുക്കും. അപ്പം എനിക്ക് പറഞ്ഞ അമ്മയും കൂടെ തൊടാൻ പറഞ്ഞു. അപ്പം ഹൃദയ തൊട്ടപ്പം എനിക്കും ചന്ദനം തൊടാനൊരു കൊതി. ചില ദിവസം ഞാൻ രാവിലെ കുളിച്ചിട്ട് ഒന്ന് തൊടും കേട്ടോ. ചില ദിവസം കുളിച്ചിട്ട് നേരെ ഡയറക്റ്റ് എൻ്റെ ജോലിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഹൃദയ എന്നോട് ചോദിക്കുന്ന, അമ്മ എന്തിനാ എൻ്റെ കയ്യെ വരച്ചത്? ചില ദിവസം വരയ്ക്കാഞ്ഞ എന്താന്ന് ചോദിക്കും. ചില ദിവസം വരയ്ക്കുമ്പോൾ വരച്ചത് എന്തിനാന്ന് ചോദിക്കും. ഓരോ ദിവസം ഓരോ മൂഡല്ലേ. പിന്നെ കൃതിയെ പാറു കൊണ്ടുപോകുന്നതാണ് രാവിലെ. പക്ഷെ ഇന്ന് പാറുവിന് അത്യാവശ്യമായിട്ട് ബാങ്കിൽ വരെ പോകേണ്ടത് കൊണ്ട് രാവിലെ ദോശയും ചപ്പാത്തിയൊക്കെ ഉള്ള ദിവസം ഞാൻ പാറുവിനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കും കേട്ടോ. അപ്പം പോകേണ്ട ധൃതിക്ക് പുള്ളിക്കാരി പെട്ടെന്ന് വന്ന് കഴിച്ച് കുറച്ച് കൃതിയേക്കും വാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. അങ്ങനെ പിന്നെ കൃതിയെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇന്ന് നമുക്ക് ഊണിന് ഒരു സ്പെഷ്യൽ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടി ഇതാണ്ട് വെളുത്തുള്ളി ചുരണ്ടതാണ്. ഈ മൂക്കിന്റെ പ്രശ്നം കാരണം എനിക്ക് വയ്യ. ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയ്യണമല്ലോ. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഒട്ടും കുക്കിംഗ് അറിയാൻ മേലാത്ത ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. കള്ളൊന്നും അല്ല guys, സത്യമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്, ബീഫാണ് കേട്ടോ. നല്ല ബീഫായിരുന്നു. പിന്നെ ഞാൻ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ സുജാതയുടെ ജാറിന് പ്രീതിയുടെ അടപ്പ്. സുജാതയ്ക്ക് പ്രീതിയുടെ അടപ്പാണ് വെച്ചത്. അത് പ്രീതി എൻ്റെ പഴയ മിക്സ് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടിയതാണ് കേട്ടോ. നാശനഷ്ടം സംഭവിച്ചതാണ്. സുജാതയുടെ അടപ്പ് പെട്ടെന്ന് കാണാഞ്ഞപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ അങ്ങ് വെക്കും. ഞാൻ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ഇതിൽ ഞാനിപ്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടാണ് പേസ്റ്റ് വേണ്ടി വെച്ചത് കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സവോള. സാധാരണ ഞാൻ കൂടുതൽ സവോള അരിയേണ്ട ദിവസം നമ്മുടെ പ്രീതിയുടെ ജാറിലിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എത്ര സവോള വേണേലും നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കും. നിങ്ങൾ ആരും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം കേട്ടോ. പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി ഞാൻ എത്ര വർഷമായെന്നറിയോ. പക്ഷെ ഇന്നിപ്പം ബീഫ് ആയതുകൊണ്ടാണ് കൊച്ചുള്ളി കുറച്ച് കൂടുതലും സവോള കുറച്ച് മതിയല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് കടകടാന്ന് കയറി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഉരുളിയൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് ഇതാണ് ഞാൻ അരിഞ്ഞ് വെച്ച് തേങ്ങാക്കൊത്തും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും സവാളയും കൊച്ചുള്ളിയും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അങ്ങനെ പിന്നെ ബീഫൊക്കെ നല്ലോണം വൃത്തിയായി കഴുകി കൊണ്ടുവന്ന കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരെ അടിക്കണം. ചില ദിവസം 3 വിസിൽ, അത് ഓരോ ഇതനുസരിച്ചിരിക്കും. നമ്മൾ ആദ്യം 3 വിസിൽ അടിച്ചിട്ട് നോക്കണം. അപ്പൊ അതിലോട്ട് കുറച്ച്
മുളക് പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിൽ വരാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മസാലപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ പെരുംജീരകവും ഗ്രാമ്പും പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് ഇതിനൊന്നും പേരറിയത്തില്ല. ദാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനെ പൂവ് കട്ട് ചെയ്ത പോലെ ഇരിക്കത്തില്ലേ, ഉണങ്ങി കഴിയുമ്പം. ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ദാണ്ട് ഈ ഒരു കുറേ സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ ദാണ്ട് ഇത് കുരുമുളകാണെന്ന് തോന്നുന്നു, എന്തൊക്കെയാണോ എല്ലാം മസാലയുടെ സ്പൈസസ് തന്നെയാണ്. പിന്നെ വേണ്ട ഞാൻ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ നമ്മുടെ കറുവപ്പട്ട അല്ലേ, ഇതിന് സ്മെല്ലുണ്ടോ നോക്കുവാണ്. സ്മെല്ലൊന്നും എനിക്ക് തോന്നിയില്ല, ഇനി ഇല്ലാത്തതാണോന്ന് അറിയത്തില്ല. പിന്നെ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ നമ്മുടെ എപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കാമെങ്കിൽ എനിക്ക് കുറേ നാളത്തേക്ക് വേണം കേട്ടോ. ഞാനിതിനെ ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കർ ഒരടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വിസിൽ വരാൻ നോക്കിയിരിക്കണം. ആവശ്യമുള്ളപ്പം നേരത്തും കാലത്തൊന്നും വിസിൽ വരത്തില്ല. അപ്പം ഞാനിങ്ങനെ തട്ടുമ്പോൾ വിസിൽ വരും. അങ്ങനെ പിന്നെ അത് വിസിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പുറത്ത് ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണയും കടുവൊക്കെ ഇട്ട് പിന്നെ തേങ്ങാക്കൊത്തും പിന്നെ അതിലേക്ക് സവാളയും കൊച്ചുള്ളിയും എല്ലാം ഇട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് ഒരു തുള്ളി വെള്ളം വയ്ക്കാനാണ് ഇത്രയും വെള്ളമായിട്ട് നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രേവിക്കുള്ള ഇതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ബീഫ് അങ്ങിട്ടു, ഇളക്കി കൊടുത്തു. ഇനി വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇനി നന്നായിട്ട് ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് തിളച്ച് കറി സെറ്റാവണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി നോക്കണം. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് അൾസിമേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ അടുപ്പത്ത് കറി ഇരിക്കുന്ന കാര്യമൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ ഈയിടെ ഒരു സ്ഫോടനം ഉണ്ടായതുകൊണ്ട് ഇപ്പം ഭയങ്കര ശ്രദ്ധയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ അടുക്കളയിൽ നോക്കുക സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ടുണ്ടോന്ന്. എന്താണെന്ന് അറിയത്തില്ല, ഈയിടെയായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള മറവികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പാറുവിൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ സ്റ്റൗ ഓഫാക്കി. ഞാൻ പാറുവിനോട് ചോദിക്കും, പാറു ഞാൻ ഓഫാക്കി. പാറു ഒരു പോസിറ്റീവ് എനർജി വരും, ഓഫാക്കി കാണുമൊക്കെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ദാണ്ട മോന് ബിരിയാണി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഇറച്ചി വേവിച്ച കുക്കറിലോട്ട് തന്നെ കുറച്ച് നെയ്യും കുറച്ച് ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഇട്ട് കുറച്ച് ബിരിയാണി അരിയും കൂടി ഇട്ട് അവനെ ബിരിയാണി ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മസാലയെല്ലാം പൊടിച്ച് വന്നപ്പോൾ ഇത്രയും മസാല കിട്ടി ഗൈസ്. അപ്പോൾ ഇതിനി നമ്മൾ എന്ത് ചെയ്യും, കൊച്ചു ടിന്നിലാക്കി വെച്ചാൽ നമുക്കിപ്പോൾ എടുക്കാം. പിന്നെ ബാക്കി ഒരു വലിയ ടിന്നിലാക്കി വെച്ചാൽ തീരുന്നതിനനുസരിച്ച് എടുക്കാമല്ലോ. ഇതിന് മണം ഉണ്ടോ നോക്കി, ഇതിൻ്റെ മണമൊക്കെ എനിക്ക് ശരിക്കും അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കറി തിളച്ചപ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം കുറേ നേരം തിളച്ച് കഴിയുമ്പോൾ ഈ മസാലയുടെ ഫ്ലേവർ എല്ലാം അങ്ങ് പോകുമെന്ന് ഇവിടുത്തെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കറി ഓഫാക്കാറാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും വേപ്പിലയും ഇട്ടാൽ കറി സെറ്റ്. പിന്നെ നമുക്ക് കുറച്ച് കണ്ണിയില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കളയണ്ടെന്ന് വിചാരിച്ച് അതും കൂടെ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഗൈസ്. ചിലരൊക്കും അടുക്കും ചിട്ടയായിട്ട് ചെയ്താൽ ഇങ്ങനെ മെസ്സി ആവത്തില്ല, പക്ഷെ അങ്ങനെയല്ല. മോള് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നതുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ ഒക്കത്തില്ല. കുക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ചെയ്യും, പിന്നെ വൃത്തിയാക്കും. അങ്ങനെ ഇന്നതപ്പോൾ 6 ഉച്ചയ്ക്ക് വന്നിട്ട് കൃതിയൊക്കെയുള്ളത് വാരി കൊടുക്കുകയാണ് കേട്ടോ. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അച്ഛനും മോനും കൂടെ ബിരിയാണി കൊടുത്തു കേട്ടോ. അവർ കഴിക്കുന്നുണ്ട്. മോൻ അങ്ങനെ അധികം, അവനെ കാണുമ്പോൾ അറിയാലോ സ്കെൽറ്റ്, അധികം അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. പിന്നെ വേണമെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവൻ അച്ഛൻ്റെ കൂടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ. അവന് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദാണ്ട് ഈ ഒരു ടീഷർട്ടാണ് കൂടുതലിടുന്നത്. ലാസ്റ്റ് ഇയർ അവരുടെ സ്കൂളിലെ വെഡ്നസ്ഡേ യൂണിഫോം ആയിരുന്നു കേട്ടോ. പിന്നെ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാനും പാറുവും കൂടെ കഴിക്കാനിരുന്നു. കൃതിയയ്ക്ക് മുമ്പേ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കൃതിയുടെ കാര്യത്തിൽ ഫ്രീ ആയി. കൃതി അവിടെ നിന്ന് തന്നെ കളിച്ചോളും. ഞാനും പാറുവും കൂടെ ഓരോ പരിദൂഷണവും തള്ളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കല്യാണമൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ബീഫും ചിക്കനും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്നും ഒരു ഗ്ലാസ് ജ്യൂസ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉണ്ണുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്ക്വാഷ് എല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ എൻ്റെ മോളുടെ മുഖത്ത് സന്തോഷം നോക്കി. പുള്ളിക്കാരിക്ക് ഈ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാർത്തിക്ക് പിന്നെ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ചിയേഴ്സൊക്കെ അടിച്ച് എന്തൊക്കെയോ കാര്യം പറയാണ്. എന്തോ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട്. ഞങ്ങൾ ചിയേഴ്സ് അടിക്കുന്നപ്പോൾ കൃതി എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മയെ നമുക്ക് കൂടെ ചിയേഴ്സ് അടിക്കാം. പാറു അതിൻ്റെ പകുതിയെ കുടിച്ചില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് ചോറുണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എനിക്ക് പിന്നെ എത്ര വയറ് നിറഞ്ഞാലും തണുപ്പും മധുരമുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ വയറിനുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. ഞങ്ങളുടെ തള്ളുകഥയൊക്കെ കേട്ട് കൃതിയെ എന്തൊക്കെയോ അലറുന്നും ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്. കാർത്തിക് അവിടെ എവിടെയോ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞെടാ മോനെ വീഡിയോയിലൊന്ന് വരാൻ പറഞ്ഞിട്ടും വരുന്നില്ല. അമ്മയും പാറുവൊക്കെയും
ഹൃദയം കൂടെ അങ്ങ് വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ തള്ളി മറിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പരുവത്തിന് വീഡിയോ എടുക്കണ്ടോണ്ട് ആ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ പാറു പോയി. പാറു പോയി കഴിഞ്ഞ് ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇതാ ഒരാൾ അവിടെ ഇരുന്ന് പോസ് കൊടുത്തിട്ടിരുന്ന് ജ്യൂസ് കുടിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന പുള്ളിക്കാരൻ്റെ കൂടെ ഇച്ചിരി നേരം അവിടെ ഇരിക്കാവുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഓൺ ആക്കട്ടെ ഓഫ് ആക്കട്ടെ, ചിരിയൊക്കെ വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് അവരെ തന്നെ ക്യാമറയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. കാർത്തിക്ക് പിന്നെ തന്നെ കുറച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ചു കേട്ടോ ക്യാമറ. എന്നിട്ട് പുള്ളിക്കാരൻ കൂടെ വന്നിരിപ്പുണ്ട്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ചിലപ്പം വന്നിരിക്കും. അങ്ങനെ എന്തൊക്കെയോ രണ്ടുപേരും കൂടെ അവൻ പറഞ്ഞു കൊടുക്കുന്നു എന്താണ് പറയേണ്ടതെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ, ഷെയർ ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി അറിയാവുന്നോട്ട് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ജ്യൂസ് കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഇഷ്ടാനും വയറ് നിറഞ്ഞു കഴിയുമ്പോൾ എവിടെയെങ്കിലും കിടന്ന് അങ്ങനെ ഉറങ്ങാം. ഇനി അടുത്ത സെഗ്മെന്റ് അതാണ്. അങ്ങനെ പിന്നെ നിങ്ങൾക്കുള്ള ഉമ്മയാണ് കേട്ടോ ഈ തന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മയൊക്കെ തന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോളെ നമ്മ ക്യാമറ ഓഫ് ആക്കാൻ പോവാന്ന് പറഞ്ഞ് പിന്നെ ക്യാമറയൊക്കെ ഓഫാക്കി എല്ലാത്തിനെയും കൊണ്ട് ഉറങ്ങാൻ കയറ്റി. ഹൃദയനെ ഉറക്കാനുള്ള പുറപ്പാടാണ്. അപ്പോഴാണ് ടർബോ സിനിമ വന്നത്. പിന്നെ ഞാൻ ഇതുവരെ മൂവി കാണാത്തത് കൊണ്ട് ഞാനും കാർത്തിക്കും നമ്മളെല്ലാവരും കൂടെ ആണ് ഇരുന്ന് കണ്ടത്. ഹൃദയ ഉറങ്ങിയോ അതുമില്ല. പിന്നെ ഒരു പരുവത്തിന് 4 മണിയായപ്പോൾ ഞാൻ എണ്ണീറ്റ് അച്ഛനുള്ള കട്ടനൊക്കെ തിളപ്പിച്ച് വൈകുന്നേരത്തെ ജോലിയൊക്കെ ഒതുക്കി. പിന്നെന്താ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചിട്ട് ദാണ്ടെ പിന്നെ ഞങ്ങള് വൈകിട്ടത്തെ ഞങ്ങളുടെ ചായ കുടിയിലേക്ക് 4:30 ആകുമ്പോൾ ഹൃതികേനെ പാറു വന്ന് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഒരു 6:30 കഴിയുമ്പോഴാണ് വരുന്നത്. പാറുവിന് ട്യൂഷൻ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. പാറു ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇവൾ അവിടെ ഇരുന്ന് കളിച്ചോളൂ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇവിടെ ആണെങ്കിൽ ഇവൾ അടങ്ങിയിരിക്കത്തില്ല, അമ്മ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പാറുവിന്റെ വീട്ടിൽ തന്നെ അവിടെ ഇരുന്നോളൂ, ആരെങ്കിലും അടുത്ത് ഇരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ആ ചായ ചൂടായതുകൊണ്ട് അവൾക്ക് എടുക്കാഞ്ഞതിന്റെ കരച്ചിലാണ് ഇപ്പൊ കരയുന്നത്. ഞാൻ എന്റെ ചായ കൊടുക്കാൻ തന്നപ്പോൾ വേണ്ട, അമ്മ കുടിച്ച ഗ്ലാസ്സിൽ വേണ്ട, വേറെ ഗ്ലാസ്സിൽ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല, പിന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാറു പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ കണ്ട അടുക്കളയാണോ ഇത്? ഇതെല്ലാം നല്ല നീറ്റാക്കി സെറ്റാക്കി ഇപ്പൊ അടുത്ത ഇനി ചായ കുടിച്ച സെറ്റ് ഒരു സൈഡിലോട്ടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാസത്തെ ചേട്ടൻ എന്താ പറയാ, നമ്മുടെ ഈ ഒരു മാസത്തെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അടുക്കള ഫില്ല് ചെയ്യാനുള്ള എല്ലാം എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നെ ഞാനതെല്ലാം ഇതെല്ലാം പല സെക്ഷനാക്കി സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പറയാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്പ പുട്ടുപൊടി, പിന്നെന്താണ് ഞാൻ സവോളയും കിഴങ്ങും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. കടലമാവുണ്ട്, മൈദയുണ്ട്. മൈദ ഞാൻ മോന് മൈദയുടെ അപ്പം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ സാമ്പാർ പൊടി, ആശീർവാദിന്റെ ആട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ ഇത് ജിം മനുഷ്യന് വേണ്ടിയുള്ള ആണ് ഈ പേരയ്ക്ക. പിന്നെ പയറ് എന്തൊക്കെയുണ്ടെന്ന് നല്ലോണം നോക്കിയില്ല. എൻ്റെ ഒരു കയ്യിലാണ് കേട്ടോ ഫോൺ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ നടന്ന് ഇതാവുന്നത്. പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ പറയാത്ത കുറച്ച് സാധനങ്ങൾ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇത് ഈ ഒരു വയലറ്റ് ക്യാബേജ്. എന്നെപ്പോലെ ഇത് ഇഷ്ടമല്ലാത്തവരുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. എനിക്കിത് കഴിക്കുമ്പം ഭയങ്കര ഗുണമുള്ളതാണെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, പക്ഷെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഓക്കാനും വരും. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതും കൂടെ കാണിക്കാന്ന് വെച്ച്. നമ്മുടെ വീട്ടിൽ പിടിക്കുന്നതാണ് ആത്തച്ചക്ക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ മരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ ആത്തച്ചക്കയൊക്കെ പിടിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.